ARMൻ്റെ ട്രെയിലർ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് ലുക്ക് സോ പ്രോമിസിങ്. നമ്മളിതിനൊരു ടീസർ കഴിഞ്ഞൊരു 1.5 കാലമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെ റിപ്പീറ്റ് ചില തിയേറ്ററിലൊക്കെ ഇൻ്റർവെല്ലിൽ ഇത് തന്നെ ഇടുള്ളൂ. പക്ഷേ വേറൊരു അപ്ഡേറ്റും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ട്രെയിലർ വന്ന്. ആൻഡ് ഇറ്റ് ലുക്ക് സോ പ്രോമിസിങ്. ഓണത്തിനാണ് റിലീസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഐ തിങ്ക് ഓണം ARM കൊണ്ടുപോകുന്നതാണ് ഇതിൻ്റെ ട്രെയിലർ കാണുമെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ ഹൈപ്പ് കൂട്ടാൻ പറ്റിയ എല്ലാ ആസ്പെക്ട്സും അടങ്ങുന്നൊരു ട്രെയിലർ തന്നെയാണ്. ആൻഡ് ഇതിൽ ഒരു ഹിസ്റ്റോറിക്കൽ ഫാൻറ്റസി, ഒരു ഫോക്ലോർ ടൈപ്പ്, തന്നെ ഒരു ആക്ഷൻ ത്രില്ലർ, ഇങ്ങനെ എല്ലാ ജോണറും കൂടി ബ്ലെൻഡ് ചെയ്ത് വരുന്നത് കൊണ്ട് ഒരു വൈഡർ ഓഡിയൻസിനെ അപ്പീൽ ചെയ്യിപ്പിക്കാനും അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് നമ്മുടെ കഥകൾ എത്തിക്കാനും ഈ സിനിമയ്ക്ക് ഒരു റീച്ച് ഉണ്ടാവും. കാരണം ഇത് പറയുന്നത് നമ്മുടെ സ്വന്തം കഥയാണ്, നമ്മുടെ നാട്ടിലുള്ള ഒരു ഫിക്ഷണൽ കഥ. ആൻഡ് അതിൻ്റെ റീച്ച് അതുപോലെ തന്നെ നമ്മളിപ്പോൾ മറ്റ് കന്നഡയിലോ അല്ലെങ്കിൽ തെലുങ്കിലോ അല്ലെങ്കിൽ ഹിന്ദിയിലൊക്കെ ഉള്ള സിനിമകൾ നമ്മളെങ്ങനെയാണോ ഏറ്റെടുക്കുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ഇതേപോലത്തെയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള നമ്മളധികം കേൾക്കാത്ത കാണാത്ത കഥകളൊക്കെ തന്നെ ഈ ഭയങ്കര റീച്ചാണ് പുറത്ത് കിട്ടാറ്. അതേപോലെ തന്നെ ഈ സിനിമയ്ക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ തമിഴിൽ തന്നെ തങ്കളൻ പുറത്തിറങ്ങി. ഇനി അതുപോലത്തെ കുറേ സിനിമകൾ വരാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെറൈറ്റി ആയിട്ട് ചെയ്യുന്ന സിനിമകൾക്ക് എപ്പോഴും അപ്രിസിയേഷൻ കൂടുതലായിരിക്കും. ആ രീതിയിലുള്ളൊരു അപ്രോച്ചാണ്. ആൻഡ് ഈ സിനിമ ഇതിൽ VFX കുറേ സാധനങ്ങളുണ്ട്. VFX നമ്മളധികം കാണാത്ത രീതിയിലുള്ള സാധനങ്ങളാണ്. ഈ ട്രെയിലറിൽ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കട്ട്സ് വന്നു പോകുന്നുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആൻഡ് അതിൻ്റെ ക്രിയേറ്റിവിറ്റി അടിപൊളിയാണ്. അത് പക്ഷേ ആ ഒരു വലിയ സ്കെയിലിൽ എങ്ങനെ വരുന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കാരണം നമുക്കറിയാവുന്ന നമ്മുടെ നോർമലായിട്ടുള്ള നമുക്ക് കണ്ടിശീലമുള്ള കുറേ ടെറൈനും കുറേ ജോഗ്രഫിയും തന്നെയാണ്. അതിനെ ചെറുതായിട്ട് ട്വീക്ക് ചെയ്ത് കുറേ അവിടെ ഇവിടെ ആയിട്ട് ചില എലമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഈ സാധനത്തിൻ്റെ VFX ചെയ്തിട്ടുള്ളത്. ആൻഡ് അത് ട്രെയിലറിൽ ഗംഭീരമായിട്ടുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യല്ല, ആ ഒരു പർട്ടിക്കുലർ ഇവൻറ്റിനോടൊപ്പം തന്നെ അത് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നത്. കാരണം ഇപ്പോൾ സാധാരണ ചില സമയത്ത് ഇപ്പോൾ ഇപ്പോൾ ഈ ശങ്കറിൻ്റെ പടത്തിലടക്കം നമ്മളിപ്പോൾ ഇന്ത്യൻ ടൂവിലടക്കം നമ്മൾ കണ്ടു. ആ ഒരു ഗോൾഡ് വെച്ചിട്ടുള്ള സാധനം ഉണ്ടല്ലോ, കുതിരവട്ടം, ആ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു 3/4 മണിക്കൂർ ആ ഒരു സീക്വൻസ് ആയിരുന്നു ആ പടത്തിൽ. ഇതേപോലെ തന്നെ പല സീക്വൻസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആവാതെ ജസ്റ്റ് ഒരു 0.1 സെക്കൻഡിലാണെങ്കിൽ കൂടി ആ VFX യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ എക്സ്പാൻഡ് ചെയ്യാതെ കഥയ്ക്ക് എവിടെയാണ് ആവശ്യം അവിടെ മാത്രം പ്രോപ്പറായി പ്ലേസ് ചെയ്ത് പ്രോപ്പറായി കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇതുവരെയും കാണാത്ത രീതിയിലുള്ള ഒരു സിനിമ അനുഭവം എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരുപാട് എലമെൻറ്റ്സ് സിനിമയിലുണ്ട്. അതൊക്കെ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആവണം എന്ന് തന്നെയാണ് ഉള്ളത്. സോ ARM മലയാളത്തിന് മറ്റൊരു മൈൽ സ്റ്റോൺ ആവട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആൻഡ് ഇതിൻ്റെ ഡയറക്ടർ പുതിയ ആളാണ് ജിതിൻ ലാൽ. പക്ഷേ ഓൾറെഡി ബേസിൽ ജോസഫിനൊക്കെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ആൻഡ് ഈ ട്രെയിലർ കാണുമ്പോൾ വർക്ക് കിടിലിനായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ഇത് 3Dയിലാണ്. ആ 3Dയും മറ്റൊരു ഗംഭീര എലമെൻ്റാണെന്ന് പറയും. കാരണം നമ്മൾ അധികം 3D സിനിമകൾ മലയാളത്തിൽ കാണുന്നില്ല. ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഇത്ര വലിയ ഫുൾ ഓൺ ആയിട്ടുള്ള വൈഡർ ഓഡിയൻസിലേക്ക് എത്തിക്കുന്ന 3D സിനിമകൾ. മറ്റേതൊക്കെ കുട്ടികൾക്ക് പറ്റുന്ന സിനിമകളൊക്കെയാണ് കൂടുതൽ 3D വരികയെങ്കിലും നമ്മൾ മറ്റു ഭാഷകളിലേക്ക് കാണുന്നുണ്ട്. സോ അങ്ങനെ ഒരു ആസ്പെക്റ്റ് ഉണ്ട്. ഫുൾ ഓൺ 3Dയിലാണ് സിനിമ എടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ 3D ആ ഒരു ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ടീസർ ഞാൻ 3Dയിൽ കണ്ടിരുന്നു. അത് അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെയാണ് സിനിമയിലെ എല്ലാ ആസ്പെക്റ്റും. അല്ലെങ്കിൽ ഈ പറയുന്ന ഫുൾ ഫിലിം 3D എലമെൻറ്റിലാണ് വരുന്നതെങ്കിൽ അതിൻ്റെ മൊത്തത്തിലുള്ള ടോണേ മാറും. എല്ലാ സിനിമകളും നമുക്ക് 3D വരുത്താൻ പറ്റില്ല. ഇതുപോലത്തെ ഉള്ള ഈ ഒരു ജോണർ കൈകാര്യം ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ ജോണർ ഇതിൽ വരുന്നുണ്ട്. സോ ഈ ഒരു പർട്ടിക്കുലർ മൂവിക്ക് 3D അനിവാര്യമാണെന്ന് തോന്നുന്നുണ്ട്. ആൻഡ് അത് കണ്ടതനുസരിച്ച് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിനും ഉപരി മികച്ചൊരു സ്റ്റോറി ലൈൻ വേണം, അത് പ്രോപ്പറായിട്ട് കണക്റ്റ് ആവാൻ വേണം. ഇതൊരു 3 ജനറേഷനിലെ കഥ പറയാൻ പോകുന്ന സിനിമയ്ക്കാണ്. സോ ആ ഒരു 3 ജനറേഷൻ അതങ്ങനെ പ്രോപ്പർലി കണക്ട് ചെയ്ത് അവസാനം പ്രേക്ഷകരിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നു എന്നതിലാണ് സിനിമയുടെ എല്ലാം ഉള്ളത്. അതെങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് ഈ ഓണത്തിന് തന്നെ കാണാം. ആൻഡ് എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ ട്രെയിലർ ഗംഭീരമായിരുന്നു. ഇതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് മുതൽ അല്ലെങ്കിൽ ഒരു പ്രീ വിഷ്വലൈസേഷൻ ഒരു 1-2 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്നു. അവിടെ മുതലുണ്ടായിരുന്ന ഹൈപ്പിനുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ട്രെയിലറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു ഓണത്തിന് ഏറ്റവും അധികം ഹൈപ്പോടെ അല്ലെങ്കിൽ ഏറ്റവും അധികം ആൻറ്റിസിപ്പേഷനോടെ ഇറങ്ങുന്ന സിനിമയാണ്. ഗംഭീരമാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഓൾറെഡി ഈ ഒരു ട്രെയിലർ നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഈ സിനിമയുടെ ട്രെയിലറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.